പേരെന്തെന്ന് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. വയസ്സ് 22. സുന്ദരമായ പേര്, സുന്ദരമായ വയസ്സ്. നാരായണി, നമ്മൾ ഏതായാലും ഒരുമിച്ചാണ് ഈ ജയിലിൽ വന്നത്. എനിക്കൊരു റോസാച്ചെടി തരുമോ? നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ റോസാച്ചെടി ഉണ്ടെന്ന്? ജയിലിലല്ലേ, എല്ലാവരും എല്ലാം അറിയും. ഇവിടെ രഹസ്യമായിട്ട് ഒന്നുമില്ല. എനിക്കൊരു റോസാച്ചെടി തരുമോ? അതിനെന്താ, ഞാൻ പിടിച്ചോ. കിട്ടിയിട്ടോ, നന്ദി. ആരാ അവിടെ ചൂളം അടിക്കുന്നേ? ഞാനാ. പേരെന്താ? ബഷീർ. എളിയ തോതിൽ ഒരു എഴുത്തുകാരനാണ്. 2.5 കൊല്ലത്തെ തടവ്. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. വയസ്സ് 22. സുന്ദരമായ വയസ്സ്. കഠിന തടവാണല്ലേ? അതെ, 14 കൊല്ലം. Hi, I am Fatima. July 5th, the remembrance of Sri Vaikam Muhammad Bashir. Now I will like to share few things about him. As you all know, he is also known as Bepur Sultan. He was born in the village of Talayolaparam on 21st January 1908. ബാല്യകാലസായി പാത്തുമ്മയുടെ ആട്, ശബ്ദങ്ങൾ ആൻഡ് മതിലുകൾ etc. are his notable works. He was awarded the Padma Shri in 1982. He was also a recipient of Kerala Sahitya Academy Fellowship and State Film Award for Best Story. His writing style was entirely different. He wrote in his own village language. No one will never ever forget his books and characters. So friend, you should read at least one of his works on this day. Thank you. ആടിന് വല്ലോ കൊടുത്താ പെണ്ണേ? അതിന് കഞ്ഞിവെള്ളം കൊടുത്തതാ. ആ, എന്നാ ഇത് അതിന് കൊണ്ടുപോയി കൊടുക്ക്. ആ ആനുമ്മ, ഇല്ല കൊണ്ടുവരുന്ന ആടേതാ? അതിന് കഞ്ഞിവെള്ളം കൊടുത്തതാ. എന്നാ ഇത് കൂടെ കൊടുക്ക്. ആടിന് വല്ല കൊടുത്തോ പാത്തു? ഞാൻ കൊടുക്കാൻ പോവാ. ഞാൻ ഇന്നിവിടെ പറയാൻ പോന്ന ബഷീർക്ക എഴുതിയ കഥയിലത്തെ കഥാപാത്രമായ പാത്തുമ്മത്ത. അസ്സലാമു അലൈക്കും മക്കളെ, നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ? ഞാൻ പാത്തുമ്മത്ത, ബഷീർക്കായുടെ പെങ്ങളാ. നിങ്ങൾക്ക് ബഷീർക്കായനെ അറിയാമോ? ബേപ്പൂർ സുൽത്താൻ, വൈക്കം മുഹമ്മദ് ബഷീർ. അണ്ടിക്കാക്ക കുറേ കഥകൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ വായിച്ച് നിങ്ങൾ നല്ല കുട്ടികളാകണേ. നിങ്ങൾ എന്നെ ആടിനെ കണ്ടോ? അല്ല, എന്റെ എല്ലാ പുസ്തകവും തിന്നു. ഞമ്മള് പാത്തുമ്മ, ഞങ്ങളുടെ ഇക്കാനെ അറിയോ? ബഷീർ മൂപ്പര് വലിയ എഴുത്തുകാരനാ. നമ്മളെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. പാത്തുമ്മയുടെ ആട് നിങ്ങൾ വായിച്ചിട്ടുണ്ടാ?
എടി ഫാത്തിമ, അല്ലേ നാളെ കാസർഗോഡ് ജില്ലയിൽ ശക്തമായ മഴ. ആ, എന്റെ പേര് ഫാത്തിമ. നമ്മുടെ ഇക്കാനറിയോ ബഷീർ? ഓൻ ഭയങ്കര എഴുത്തുകാരന്. നമ്മളെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. ഫാത്തിമയുടെ ആട് നിങ്ങൾക്കറിയാവോ? വായിച്ചിട്ടുണ്ടോ? അയ്യോ എന്റെ പഠിച്ചോനെ, നിങ്ങൾ എന്നെ ആടിനെ കണ്ടോ? അയ്യോ, നമ്മൾ ആരാന്ന് പരിചയപ്പെട്ട് നമ്മൾ അങ്ങോട്ട് മറന്നുപോയി. ഞാനാണ് പാത്തു, ബഷീറിന്റെ സഹോദരിയാണ് ഞാൻ. നിങ്ങൾക്കറിയാമോ, ഞാനാണ് ഈ നാട്ടിക നായിക. എന്റെ ആറിന്റെ വിശേഷങ്ങളെല്ലാം അറിയാലോ. ബഷീർ എഴുതിയ ബുക്കും എല്ലാം തിന്നു. ഇതാണ് എന്റെ ആടിന്റെ വിശേഷം. എന്നാ ശരി, ഞാൻ പോവാ. ആടിനെ കണ്ടാ പറയണേ. എന്റെ എഴുത്തുകൾ വായിച്ച് ഏറ്റവും കൂടുതൽ ചിരിച്ചതും ഞാനായിരിക്കും, കരഞ്ഞതും ഞാനായിരിക്കും. കാരണം അതെല്ലാം എൻ്റെ അനുഭവങ്ങളായിരുന്നു. ഈ ആടിതെവിടെ പോയി? പെരുമഴയത്താണെങ്കിൽ ഒന്നും തന്നെ കാണൂല്ല. നിങ്ങൾ കണ്ടില്ല എൻ്റെ ആടിനെ? ഞാൻ തന്നെ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഈ ആടിൻ്റെ ഒരു സ്വഭാവം തന്നെ എപ്പോഴെങ്കിലും എങ്ങോട്ടെങ്കിലും പോവാ. എനിക്ക് എൻ്റെ ആടിന് ഭയങ്കര ഇഷ്ടം. ഹായ്, നല്ലയാണല്ലോ. ഇനി ഇത് തന്നെ കറി വെക്കാം. അല്ല, നിങ്ങളെന്റെ ആടിന് വെള്ളം കൊടുക്കാം. വീട്ടിലുള്ള പുസ്തകങ്ങളും തുണിയും എല്ലാം വലിച്ചു കയറി ആടിന് വെള്ളം കൊടുക്കാൻ. നിങ്ങൾ ഇന്ന് ഇങ്ങനെയൊക്കെ പറയും. എന്റെ ആടൊന്ന് പിറക്കട്ടെ, അന്നേരം കാണിച്ചു തരാം. അങ്ങനെ പറയല്ലേ. ഗതിജായി കൂടെ കുറച്ച് പാല് തരണേ. ഒരൊറ്റ അടി വെച്ച് തരും. ഓന് കുറേ ചോദിക്കുന്നു. നമസ്തേ, എല്ലാരും ഇരിക്കാം. അപ്പൊ ആദ്യം തന്നെ അറ്റൻഡൻസ് വിളിക്കാം. സുഹറി, അപ്പൊ ആദ്യത്തെ വിഷയം കണക്ക്. നമുക്ക് കണക്ക് പഠിക്കാം. നമുക്ക് ചോക്ക് എവിടെയാ? രണ്ട് പ്ലസ് 2 എത്രയാണ് സുഹറ പറ? 4. ചോദ്യം മണ്ടൻ ശിരോമണികൾ. 1 പ്ലസ് 1 എത്രയാണ് പറ? ഒരു ചെറിയ കൂടിലൂടെ മറ്റൊരു ചെറിയ കൂടിലൂടെ ഇമ്മണി വലിയ ഒന്ന്. നീ ഒരു മജീദേ, നീ ഒരു മണ്ടൻ ശിരോമണി തന്നെ. ഞാൻ നിനക്കൊരു സമ്മാനം, വലിയ സമ്മാനം തരാം. 6, 5, 6. നമ്മൾ എനിക്ക് ഇമ്മടി വലിയൊരു അടി തരാം. പോരെ? നമ്മൾ പാത്തുമ്മ, നിങ്ങൾക്ക് എന്റെ ഇക്കാനറിയുവോ? ബഷീർ
മൂപ്പര് വലിയ എഴുത്തുകാരനായിരുന്നു. നമ്മളെ പറ്റിയല്ലേ എഴുതിക്കണ പാത്തുമ്മാന്റെ ആട്. നിങ്ങള് വായിച്ചിട്ടുണ്ടാ? ഓ ഈ ആട്. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. വയസ്സ്? 22. സുന്ദരമായ വയസ്സ്. നാരായണി, നമ്മളേതാണ്ട് ഒരുമിച്ചാണ് ഈ ജയിലിൽ വന്നത്. എനിക്കൊരു റോസാച്ചെടി തരുമോ? നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ റോസാച്ചെടി ഉണ്ടെന്ന്? ജയിലല്ലേ, എല്ലാവരും അറിയും. ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല. തരുമോ? പേര് പറഞ്ഞ എവിടെ പോയി കാണുന്നേ ഇല്ലല്ലോ. പത്തിരി ചുട്ടുവിളമ്പി വെച്ചത് മുത്തരി പാത്തുമ്പോ എവിടെ പോയി കിടക്ക? നിങ്ങൾ ആടിന് കഞ്ഞിവെള്ളം കൊടുത്തായിരുന്നോ? എൻ്റെ ഒരാട്, ഞാൻ അതിനൊന്നും കൊടുത്തിട്ടില്ല. എനിക്കിവിടെ 100 കൂട്ട പണികളാ. ഉള്ള ബുക്കും പേപ്പറും ഒക്കെ തിന്നിട്ടുണ്ടത്. എന്റെ ആടിങ്ങോട്ട് വരട്ടെ. നിന്റെ ആട് പെറുമ്പോൾ ഈ സുബേദാക്ക് കുറച്ച് പാൽ തന്നോളിട്ടോ. നല്ല അടിയാ ഞാൻ വെച്ചു തരുന്നത്. അതിനെ കുറ്റം പറയും വേണം, നിനക്ക് അതിന്റെ പാലും വേണല്ലേ. പക്ഷേ കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി പ്രണയം ഉപേക്ഷിച്ചവരാണ് ഞാനും ബഷീറും. ആരാ? ഞാനാ. പേരെന്താ? ബഷീർ. കൂടെ ഒരു എഴുത്തുകാരനും കൂടിയാ. 2.5 വർഷത്തെ തടവിനായി വന്നിരിക്കുക. കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരെല്ലാവരും പോയി. പേരെന്താ? നാരായണി. നല്ല സുന്ദരമായ പേര്. വയസ്സ് എത്രയാ? 25. നല്ല സുന്ദരമായ വയസ്സ്. അല്ല കുട്ടികളെ, ഞാൻ പാത്തുമ്മ, ബഷീറിന്റെ പെങ്ങള്. ഇതെന്റെ ആട്. ഇതിന് ആർക്കും കണ്ടുകൂടാ. ഇവളെല്ലാം കട്ടുന്നത്ര. എന്നെ എനിക്കിതിന് പെരുത്തിഷ്ട. ഈ ആട്ടുംപാല് വിറ്റിട്ട് 5-6 ആള് കഴിയുന്നത്. എന്നാൽ എല്ലാരും കൂടി ഉണ്ട് പാല് കെട്ട് കുടിക്കും. ഞാൻ എന്താ ചെയ്യ? കൊല്ലണമെന്ന് വേഗം പറയാം, കൊല്ലുകയും ചെയ്യാം. ജീവൻ കൊടുത്ത് സൃഷ്ടിക്കാൻ ഒക്കുമോ? എല്ലാം ഈശ്വരന്റെ സൃഷ്ടികൾ, ഭൂമിയുടെ അവകാശികൾ.
എൻ്റെ എഴുത്തുകൾ വായിച്ച് ഏറ്റവും കൂടുതൽ ചിരിച്ചത് ഞാനായിരിക്കും, കരഞ്ഞതും ഞാനായിരിക്കും. കാരണം അത് എല്ലാം എൻ്റെ അനുഭവമായിരുന്നു. കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി കൽബിലേറിയ സുൽത്താൻ. മലയാള തറവാടുണ്ടു നല്ലൊരു സുൽത്താൻ. കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി കൽബിലേറിയ സുൽത്താൻ. ജീവിതത്തിൻ ചോര ചിന്തിയ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന ബഷീർക്ക എഴുതിയ കഥയിലത്തെ കഥാപാത്രമായ പാത്തുമ്മത്ത. അസ്സലാമു അലൈക്കും മക്കളെ, നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ? ഞാൻ പാത്തുമ്മത്ത, ബഷീർക്കായുടെ പെങ്ങളാ. നിങ്ങൾക്ക് ബഷീർക്കായനെ അറിയാമോ? ബേപ്പൂർ സുൽത്താൻ, വൈക്കം മുഹമ്മദ് ബഷീർ എൻ്റെ ഇക്കാക്ക കുറേ കഥകൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ വായിച്ച് നിങ്ങൾ നല്ല കുട്ടികളാകണേ. നിങ്ങൾ എന്നെ ആടുന്ന കണ്ടോ? അല്ല, എൻ്റെ എല്ലാ പുസ്തകവും തിന്നു. വരൂ വരൂ വരൂ, ആർക്ക് വേണമെങ്കിലും കളിക്കാം. വരൂ വരൂ വരൂ, 1 വെച്ചാൽ 2, 2 വെച്ചാൽ 4. വരൂ 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 വരൂ, 1 വെച്ചാൽ 2, 2 വെച്ചാൽ 4. വരൂ വരൂ, ആർക്ക് വേണമെങ്കിലും കളിക്കാം. എന്റെ റബ്ബേ, ആടിന് തീറ്റ കൊടുക്കാൻ നോക്കൂ. എന്റെ ആടിന് ഒരു തുള്ളി കഞ്ഞിവെള്ളവും പ്ലാവിനെയും കൊടുക്കാൻ ഈ പൊരയിൽ ആരുമില്ല. എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. എന്റെ ആട് വളർന്ന് വലുതായിട്ടാകുമ്പോ ഒരു തുള്ളി പാല് പോലും തരൂന്ന് നിങ്ങള് കിനാവ് കാണണ്ട. പാത്തുമ്മേനോടാ കളി.